വയനാട് പുനരധിവാസത്തിൽ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗമെന്നും കേരളത്തെ കുറ്റം പറയാനില്ലെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോടാണ് ഇക്കാര്യം പറയുന്നത്. കേരളം എല്ലാ കണക്കുകളും കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാർ അതിവേഗം നടപടികളുമായി മുൻപോട്ട് പോവുകയാണെന്ന് സമ്മതിക്കേണ്ടി വന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്. സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യത്തിൽ കുറ്റം പറയാനില്ലെന്നും ജോർജ് കുര്യൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യത്തിൽ നടപടികൾ അതിവേഗം അതൊരു സംസ്ഥാന സർക്കാരിനെ ഞാൻ കുറ്റം പറയുന്നില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട്. കേരളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്ക്, അത് അതിൻ്റെ നടപടി അനുസരിച്ച് ഉടനെ ഉണ്ടാകും. അതേസമയം കേന്ദ്ര സഹായം സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാനും ജോർജ് കുര്യനായില്ല. കേരളത്തിന് ഒരു പ്രത്യേക സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരിനോടുള്ള കേരളത്തിന്റെ വികാരം തിരിച്ചറിയുന്നുണ്ടെന്നും കേന്ദ്രം ഇതൊക്കെ പരിശോധിക്കുമെന്നും സാമ്പത്തിക സഹായം നൽകുമെന്നുമുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നീട് പ്രതികരിച്ചത്. വയനാട് പുനരധിവാസത്തിൽ കേരളത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്രമന്ത്രിക്കായില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്. ജോഷില ഞങ്ങളുടെ പ്രതിനിധി കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ജോഷില, അതായത് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, സർവോപരി കരിമൊഴിയോട് കൈ സഭയിൽ കാട്ടിയ സുരേഷ് ഗോപി, കേരളത്തിലെയും കേരളത്തിന് പുറത്തെയും BJP നേതാക്കൾ ഇത് കാണണം. കേരളത്തിൻ്റെ വികാരം അത് ഒടുവിലെങ്കിലും അത് പ്രതിഫലിച്ചു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ്റെ മുഖത്ത്, മലയാളിയായ മനുഷ്യൻ്റെ മുഖത്ത് എന്ന് വേണം പറയേണ്ടി വരുന്നത്. കാരണം കേന്ദ്രത്തിനെതിരായി കേരളം പറയുന്നതൊക്കെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് വെക്കുന്നു. സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ കേരളം ഒരു വിധത്തിലും വീഴ്ചകൾ വരുത്തിയിട്ടില്ല എന്ന് ജോർജ് കുര്യൻ എന്ന BJP നേതാവ് കേന്ദ്ര സഹമന്ത്രി അംഗീകരിക്കുന്നു. ഇതടക്കമുള്ള രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായും അജിംഷാദ്, കേരളത്തിന് ഒരു സഹായവും പ്രത്യേക സഹായവും നൽകാത്ത കേന്ദ്രത്തിൻ്റെ ഒരു കളി, അതിൻ്റെ ഒരു കേരളത്തിൽ നിന്നുണ്ടായ ഒരു വികാരത്തെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വികാരം പരിഗണിക്കുമെന്നും കേന്ദ്ര സഹായം ലഭിക്കുമെന്നും ഉള്ള ഒരു സൂചന അദ്ദേഹം നൽകിയെങ്കിലും കേരളത്തിൻ്റെ ഒരു പ്രവർത്തനം, കേരള സർക്കാരിൻ്റെ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രവർത്തനം, അതിനെ നിഷേധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, അതിവേഗം മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളെ, അതിനെക്കുറിച്ച് തനിക്ക് എതിരൊന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല, ആ രീതിയിൽ, അതായത് പുനരധിവാസ പ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു ഇന്ന് ജോർജ് കുര്യന് മാധ്യമങ്ങളോട് എന്നുള്ളതാണ് അജിംഷാദ്. തീർച്ചയായും, കാരണം ഇത് കേരളത്തിനുള്ള അംഗീകാരമാണ്. മാത്രമല്ല, കേരളം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. വീഴ്ച വരുത്തി എന്ന് പറയുന്ന BJP നേതാക്കളുടെ മറ്റുള്ളവരുടെ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറച്ചിൽ കേവലം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് തെളിയുകയാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ടാണ് കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഈ വിഷയത്തിൽ പറയുന്നത്. സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനാകില്ല. സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനുള്ള പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആ അർഹമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടവ കേന്ദ്രം തരാതിരിക്കുന്നു, അതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ സംസ്ഥാന സർക്കാരും വിജയിക്കുകയാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരായ BJP സർക്കാരിനെതിരായ വാദങ്ങളൊക്കെ ശരിവെക്കുകയാണ് അവിടെ വരികൾക്കിടയിൽ വായിച്ചാൽ. ജോഷില. തീർച്ചയായും അജിംഷാദ്, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്രത്തിന് കേരളം കണക്കുകൾ നൽകി കഴിഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേക പാക്കേജുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ എല്ലാ കണക്കുകളും, ഈ ദുരന്ത മേഖലയിലെ കണക്കുകൾ കേരളം നൽകി കഴിഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞതാണെങ്കിൽ കൂടി കേരളം കണക്കുകൾ ബോധിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. സമ്മതിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വീഴ്ചയും സംസ്ഥാന സർക്കാരിന് പറ്റിയിട്ടില്ല. പിണറായി സർക്കാരിനെ ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്താനാകില്ല എന്ന് BJP നേതാവ് പറയുകയാണ്, കേന്ദ്ര സഹമന്ത്രി പറയുകയാണ്. മാത്രമല്ല, ഈ പുനരധിവാസത്തിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില
അതിജീവനത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് സഹായം മേടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് തുടരും, കേന്ദ്രം സഹായിക്കും എന്ന് പറയുന്നു. അതായത് നമ്മൾ ചോദിച്ചത് അർഹമാണ്, അത് കേന്ദ്രം തരണം, അത് കേന്ദ്രം തരുന്നില്ല, അതിന് കേരളത്തെ കുറ്റപ്പെടുത്താനാകില്ല. ഈ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇതിനേക്കാൾ വ്യക്തമായി ജോർജ് കുര്യന് പറയാനാകില്ല. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന് പറയുന്നത് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ, അല്ലേ ജോഷില? തീർച്ചയായും ഞാനാണ് അവിടെ ആദ്യം എത്തിയത് എന്ന് ജോർജ് കുര്യൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തോന്നിയില്ലേ എന്നുള്ള ചോദ്യം 2 തവണ ചോദിച്ചിട്ടും ജോർജ് കുര്യൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും അദ്ദേഹം കേരളത്തിൻ്റെ പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് അത് ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്, കേരള സർക്കാരിനെ കുറിച്ച് ഇതിൽ മറ്റൊന്നും പറയാനില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൃത്യമായും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറയാൻ ദുരന്ത നിവാരണ മേഖലയിലും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനത്തിലും കേരളത്തെക്കുറിച്ച് മറ്റൊരു കുറ്റവും പറയാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ബി.ജെ.പി. സർക്കാരിന് ഉയർത്തുന്ന വലിയ രാഷ്ട്രീയം അത് തന്നെയാണ് ബി.ജെ.പി. സർക്കാരിന്, മോദി സർക്കാരിന് ഈ ദുരന്തബാധിതരുടെ പശ്ചാത്തലത്തിൽ കിട്ടാവുന്ന തിരിച്ചടികളിൽ ഒന്ന് എന്നുള്ളതാണ് ഇതുവഴി അടയാളപ്പെടുത്തേണ്ടത്. ജോഷിലയാണ് അതിൻ്റെ വിവരങ്ങൾ കൂടി നൽകിയത്. എന്തായാലും